നിന്റെ ഉമ്മ പോലെ അടിച്ചിട്ടില്ലല്ലോ. വീട്ടിലാരില്ലാത്തപ്പോ സ്വന്തം ഭാര്യ ഒറ്റക്കാക്കിട്ട് പോവാ. പിന്നെ അമ്മച്ച് മുയല കയറി വരുമ്പോ നല്ല ചീത്ത. അതൊക്കെ കഴിഞ്ഞു. ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് എന്താ സൈബു മോളെ? ഇന്നത്തെ വീഡിയോ നമ്മള് സിങ്കിനെ പ്രാങ്ക് ചെയ്യാൻ. അതെ, കൊറേ ആയി നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രാങ്ക് കൊടുക്കണം. അതിന് പറ്റിയ അവസരം എന്നാ പറ്റുന്നേ? അതെ, അതിന് കാരണം എന്താ? എന്റെ ബുദ്ധി. അതെ, സൈബന്റെ ബുദ്ധി തന്നെ കേട്ടോ അത്. ഇങ്ങനെ ഒരു പ്രാങ്ക് കൊടുക്കുന്നത്, അതായത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ അവോയ്ഡിങ് പ്രാങ്ക് ആണ് അല്ലേ? അതിന്റെ കാരണം ഉമ്മയും ഉപ്പയും ഒന്നും വീട്ടിലില്ല. സിങ്കി ആണെങ്കിൽ പണി എടുത്തോണ്ടിരിക്കുക. കട്ടപ്പണിയാണ് ഇന്ന് എടുക്കുന്നത്. അതായത് ഉപ്പനെ ചെക്കപ്പിന് കൊണ്ടുപോയതാട്ടോ അല്ലേ? അപ്പൊ ഇപ്പൊക്ക് ഇപ്പം എന്താ പറയാ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മെയ് 3-നോ മെയ് 2-നോ കാണിക്കാൻ പറഞ്ഞിരിക്കണം. അപ്പൊ അതിന് വേണ്ടിട്ട് ഇപ്പൊ ചെക്കപ്പിന് പോയതാണ്. അതെ, അപ്പൊ റെഡി അല്ലേ? നമ്മളിപ്പോ പാടത്ത് വന്നിട്ട് അല്ലേ ഇൻട്രോ അടിക്കുന്നേ, ഓള് കേക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോവല്ലേ? എന്നാല് സൈബ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോവാന്നട്ടെ പറഞ്ഞേ. എന്ത് പുറത്തേക്ക് അന്നൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിട്ട് ഞാൻ TV കാണുമ്പോ വന്ന് പറഞ്ഞു നമുക്ക് സിങ്കിനെ പ്രാങ്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ ഒന്ന് പറഞ്ഞു. ഐഡിയ ബൈ സൈബ ആണ് കേട്ടോ ഇത്. അല്ല സൈബ, ഇങ്ങനെ ഒരു പ്ലാന് വരാൻ കാരണം പറഞ്ഞാല് എപ്പോഴും സിങ്കിനെ കൂട്ടിട്ടല്ല പോവല് നിങ്ങള് പുറത്തേക്കൊക്കെ. പിന്നെ കൂട്ടി പോവലില്ലല്ലോ. അന്നെ കൂട്ടിട്ട് പോവലുണ്ട്. അല്ല, പുറത്തേക്ക് നിങ്ങളാണ് കൂടുതലും പോവല്. അപ്പൊ അതിൽ ഇങ്ങനെ ബ്രെയിനിൽ വന്നപ്പം ഞാനൊരു ഐഡിയ. അതേ വിഷമം സിങ്കിന്റെ മനസ്സിലും ഉണ്ടാവും വിചാരിച്ചിട്ടാണ്. ഉണ്ടായാ മതി. എന്തൊക്കെ കൊണ്ടുവന്ന് ചെയ്യണല്ലോ. പൊട്ടത്തി മൈക്ക് അയച്ചു വെക്ക്. വേറെ കാര്യമുണ്ട്, കുറച്ച് കഴിഞ്ഞ് വെക്കാം. കഴിഞ്ഞ പണി കഴിഞ്ഞ അവിടെ ക്ലീൻ ചെയ്താ? കിളിന്റെ അവിടെ കിളിന്റെ അവിടെ കൂടി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ കൂടി അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കിളിന്റെ ഫുഡിന്റെ ഇതുള്ളതുകൊണ്ട് അധികം ഉണ്ടാത്തൊന്നുമില്ല. അപ്പൊ ഇത് ക്യാമറ ഇവിടെ ഇവിടെ വെക്കണം. ഓള് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ. 20 minutes later. എന്താ നമുക്ക് കണ്ടന്റ് ഒക്കെ ശരിയാക്കോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ ഇവളോട് ചോദിക്കും കണ്ടന്റ് ഇതെന്താ അവിടെ ഇവിടെയൊക്കെ പെട്ടി. ആ ബാഗൊക്കെ ഒന്ന് മറ്റേ അലമാറിന്റെ ഉള്ളിൽ വെക്ക്. എനിക്ക് മാത്രം പറഞ്ഞ പാടിയാ, നിനക്കും കൂടി ചെയ്തൂലേ? അത് പറഞ്ഞതിൽ പോയത്. ആ ബാഗ് മാറ്റിയൊക്കെ മറിയ. ഞാൻ ഇവിടെ എന്തോ ഇത് ചെയ്തോണ്ടിരിക്കണില്ലേ? സൈബ പോയി മാറ്റ്. സൈബ പോയി മാറ്റ്. അല്ല, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് ഞങ്ങള് ഏതായാലും ഇവിടെ മീപ്പില്ലാത്തല്ല, അപ്പൊ വീഡിയോ എടുക്കാൻ വിചാരിച്ച്. അല്ല, ഞങ്ങള് പോയിട്ട് എടുത്തോളാം.
ഇന്ന് ഈ ഇവിടുന്നോ ഈ ഇങ്ങനെ പണിയെടുക്കണ ഒക്കെ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഞങ്ങൾ പോയി പുറത്ത് പോയി വീഡിയോ എടുത്തിട്ട് വരാം. അല്ല എന്ത് വീഡിയോ? എന്ത് വീഡിയോ? പുറത്ത് ഇവിടെ കറക്കണത് ഇപ്പൊ ഇതില്ലാത്തപ്പോ. ഞാനും വരാം. ഞാനും വരാം. ഞാനും വരാം. ഈ പണിയിലല്ലേ? ഞാനും വരാനെന്താ പ്രശ്നം? സൈബ എവിടെ? സൈബ നോക്ക് നമ്മള് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അല്ല നോക്കട്ടെ ഞാൻ അല്ല റീല് ഉള്ളപ്പോ എന്തായാലും പണിയുള്ളതല്ല എനിക്ക്. പണിയില്ലേനെന്താ? പണിയില്ലേനെന്താ? അവിടേക്ക് ഇത് ഇനിയിപ്പോ ഈ ഭാഗമൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ അപ്പുറത്ത് ലേറ്റ് ആവും എഡിറ്റ് ചെയ്തിടേണ്ടി അല്ലേ? കൂട്ടി വെച്ചോണ്ട് പിന്നെ മുയല കയറി വരുമ്പോ നല്ല ചീത്ത അതൊക്കെ കഴിഞ്ഞു. എന്തായാലും ഇത് കഴിയണ്ടേ? ഞാനും വരുന്നില്ലേ? അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല് ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ പണി 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ കഴിയും. ഇനി അപ്പുറത്തെ റൂമൊക്കെ ഇല്ലേ? സിംഗിക്ക് മേക്കപ്പ് ചെയ്യാണ്ട് മാറ്റണോ? വിടമാട്ടെ. ഹെൽപ്പ് ചെയ്തോ? ഹെൽപ്പ് ചെയ്തോ? അവിടേക്ക് എനിക്ക് പണിയില്ലേ? ഞാൻ അത് കണ്ടില്ലേ എഡിറ്റ് ചെയ്യണേ മറ്റേ ഇത് കൊടുക്കാനുള്ള എഡിറ്റ് ചെയ്യണേ. അല്ല ഞാൻ ഇത് വീഡിയോ എടുത്തിട്ട് അല്ല വീഡിയോ എടുത്തിട്ട് ചെയ്യും. ആയിക്കോട്ടെ എന്തായാലും എനിക്ക് പോയി മാറ്റി. ഇപ്പൊ എല്ലാ ഇതിനും ഇപ്പോൾ ഇതാക്കാൻ പറ്റുമോ? ഈ പോയി മാറ്റിക്കാൻ സൈബ. വണ്ടിന്റെ കീ ഞാൻ തരില്ല. എവിടെ വണ്ടിന്റെ കീ തരില്ല. വണ്ടിന്റെ കീ തരില്ല. വണ്ടിന്റെ കീ തരില്ല. എന്റെ ചങ്ങായി അതാ വണ്ടിന്റെ കീ തരില്ല. അപ്പൊ എങ്ങനെ കൊടുത്തു? അപ്പൊ എങ്ങനെ കൊടുത്തു? ഈ കളിക്കല്ലേ? വണ്ടിന്റെ കീ തരില്ല. പുറത്തു പോകണ്ട. സൈബ മോൻ മാറ്റ്. സൈബ മാറ്റ്. നോക്ക് അത് ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോ ലേറ്റ് ആവും സിംഗിയ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ നിങ്ങൾ രണ്ടാളും മാത്രം പോയിട്ട് എന്ത് വീഡിയോ എടുക്കാനാ? ഞാനും കൂടി വന്ന രസാവൂലേ? എല്ലാ വീഡിയോയിലും ഇല്ലേ? നമ്മളെല്ലാരും കൂടി അല്ലേ വീഡിയോ എടുക്കല്? ഒരാൾ ഒഴിവാക്കിട്ട് വീഡിയോ എടുക്കല്? എനിക്ക് പണിയുള്ളതിനെ കൊണ്ടല്ലേ. എന്നാ ഈ ഞാൻ അടിച്ചു വരുമ്പോഴേക്ക് ഈ തുടച്ചു. ആ റൂം തൊട്ട് തുടക്കാൻ തുടങ്ങി. അവിടേക്ക് ഞമ്മളെന്തായാലും പോയിട്ട് പെട്ടെന്ന് വരാം. അപ്പൊ 10-15 മിനിറ്റ് കൊണ്ട് വരാം എന്തായാലും. പറ്റൂല. എന്താ എല്ലാ സ്ഥലത്തേക്കും ഈ വരിക പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ എങ്ങനെ സൈബാറിനോട് പിന്നെയും പറയണോ? എപ്പോഴും ഇപ്പൊ സിംഗിനെ ഉണ്ടെങ്കിൽ പോണെന്ന് ഇത്ര നിർബന്ധ. ഇനി കൊണ്ടേ പോയിക്കൂടെ? അത് അതല്ല കഴിഞ്ഞതിൽ പന്നൊക്കെ കൊണ്ടുവന്നല്ലേ പോണത് പറയാ. അല്ലേ? നമ്മളെല്ലാരും കൂടി അല്ലേ പോയി? അല്ല ചില ടൈമിലോട് ആവശ്യങ്ങൾക്കല്ലേ നമ്മള് എന്നെ കൂട്ടിട്ട് പോവല്. അല്ലാണ്ട് എന്നെയും കൂട്ടിട്ട് എവിടെയെങ്കിലും പോവലിട്ടാ. അവിടെ ഒന്നുകൂടി ഭാഗത്തൊക്കെ ഒന്നും ആ ഭാഗം കൂടി ഒന്നും കൂടി ഇതാക്കും. എന്താ വീർപ്പിക്കല്ലേ ഈ? അല്ല അതല്ല പൊടിയുള്ളതിനെ കൊണ്ടായി പിന്നെ ഞങ്ങക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ വിചാരിച്ചിട്ടല്ലേ. പക്ഷെ നിനക്കും ചെയ്യാൻ പറ്റില്ല. ചെയ്യുന്നവരെങ്ങനെ ഇതാക്കുന്ന എന്തിനാ? പറഞ്ഞത് കുറ്റായ എന്നോടൊന്ന് പറഞ്ഞ മോളെ ആ ഭാഗത്തുള്ള പൊടി ഒന്ന് കുറച്ച് ഇതാക്ക്. ഇതെന്താ പറഞ്ഞ വൃത്തിക്ക് ചെയ്യാതെ ഇപ്പൊ വൃത്തിക്ക് അല്ലാതെ വരുന്ന എന്താ അറിയോ? ചൂല് മാറ്റുന്ന ചൂല് കൊണ്ടേ മാറ്റി വേറെ ചൂല് എടുത്തോണ്ട്. എന്താ ഈ ചൂലിന്റെ പ്രശ്നം? അതിനോട് എത്ര ആഴ്ച ഈ ചൂല് മാറ്റാൻ പറയുന്നത്? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാല് അതിന്റെ കുറ്റം നമ്മളെ തലയിലേക്ക് ഇടുക. പറഞ്ഞു തരുന്നത് എന്താ പറഞ്ഞാല് ഈ അടിച്ചോരിന് ക്ലിയർ ആവാത്തതിനെ കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. അവിടെ ഉണ്ടല്ലേ പറഞ്ഞോടത്തേക്ക് ഞാൻ പറഞ്ഞിട്ടെ ഇതാണ് നമ്മളിവിടെ നിന്നാ എനിക്ക് ചിലപ്പോ പ്രശ്നം തോന്നും. എന്ത് പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല. നിങ്ങളല്ലേ വെറുതെ കൊണ്ടുവന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓ ഇതൊക്കെ എന്ത് പ്രശ്നാണ്? സൈലന്റ് ആയിട്ടല്ലേ നമ്മള് പറയണത്. സൈലന്റ് ആയിട്ട് പറയുന്നത്. നീ അടിച്ചു വരയ്ക്കോ? നീ അടിച്ചു വരയ്ക്കോ? ഇതിൽ സൈലന്റ് അടിച്ചു വരയ്ക്കോ? ഈ ചെയ്തൂട് ഇതാക്ക്. ഞാൻ ഇതാക്കുന്നില്ല. ഞാൻ അതാ പറഞ്ഞത് നമ്മളൊന്ന് പോയി പുറത്ത് പോയിട്ട് നമ്മൾ അതൊന്ന് എടുത്തിട്ട് വരാം. നമ്മളെല്ലാരും ഒരുപോലെ അല്ലേ കൊണ്ടുപോയില്?
നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നമ്മളെല്ലാരും ഒരുപോലെയല്ലേ കൊണ്ടുപോയില്ലേ? ചില സമയത്ത് വീഡിയോ ഒക്കെ ഇന്നെ കൊണ്ടുപോലല്ലോ, സിംഗിനെയും രാശാക്കനെയും അല്ലെങ്കിൽ സിംഗിനെ മാത്രല്ല അവൻ കൊണ്ടുപോയില്ല. ഞാൻ എന്റെ പണി തീരുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല ഈ ഇവിടെ അല്ലേ ആയിട്ടുള്ളൂ, ഇനി അപ്പുറത്തും ഇതൊക്കെ ഇല്ലേ? ഇപ്പൊ ആ കിളിന്റെ ഭാഗമല്ലേ ചെയ്തിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ആ ഹാളിന്റെ ഞാനൊക്കെ അടിച്ചു വാരി എല്ലാം ഒതുക്കി ഇവിടെ ഒക്കെ ഒതുക്കി. ഈ ഒരാള് കാരണം ആരും ഇവിടെ ഒക്കെ അയച്ചിട്ടിട്ട് ആ കൂട്ടിയിട്ട് ഡ്രസ് ഒന്ന് പുറത്ത് അത് 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 കളഞ്ഞിട്ട് ഇവിടെ മൊത്തം ഈ ഒരു 2 വട്ടത്ത് ഇറങ്ങി പോയില്ലേ? എനിക്ക് അതൊന്ന് കൊണ്ടുപോയി വിട്ടുപോയി. നേരത്തെ ഞാനല്ലേ കൊണ്ടുപോയിട്ടത്. ഓള് ഫേവറായിട്ട് നിൽക്കുന്നു സൈവ. ഓള് അങ്ങോട്ടേക്ക് ആക്കിയിട്ട് അവിടുന്ന് തുടപ്പിക്കുന്ന പോലെ അപ്പോഴേ കാണുള്ളൂ. ഒരു സ്ഥലത്ത് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ചിലപ്പോൾ ഫേവർ ആവണമെന്നൊന്നും ഇല്ല കേട്ടോ. നോക്കഞ്ഞു എന്ത് ഇട്ടിട്ട് മാതിരി അടക്കാനല്ലേ ഇത്ര നേരം നിന്നേ? അല്ലാതെ ശക്തിയായിട്ട് അടക്കണേ. ഇതുവരെ ശക്തിയായിട്ട് അയക്കണ കേട്ടിട്ടേ ഇല്ല. അതെ, അപ്പൊ താഴത്തേക്ക് വരി കേൾക്കും. അതെ. കോറസ് പാടുന്നേ, ഇത് വെറുപ്പിക്കല് രണ്ടാളും. ദൈവമോൾക്കും ആഗ്രഹം ഉണ്ടാവില്ലടി പുറത്തേക്ക് പോകാൻ. അങ്ങനെ ആവാൻ പറ്റൂല. പൊക്കൊന്ന് അറിയുമ്പോഴേക്ക് പോവാ. അപ്പൊ ഈ വരില്ലാന്നല്ലേ പറഞ്ഞേ? ചിരിക്കണ്ട, എനിക്ക് അത്ര ചിരിട്ടുണ്ട്. ഈ വരുന്നില്ലാന്നല്ലേ പറഞ്ഞേ? ഞാൻ വരുന്ന ഒരു ഇതെന്താ ഒരു ദിവസം ഇല്ലാത്തൊരു വൃത്തിയായിട്ട് സ്വഭാവം എന്റെ. ഒന്ന് അടിച്ചു നോക്കിയേ. അടിക്കോ? അത് ശരിക്കും അടിച്ചാട്ടോ ഈ? ശരിക്കും അടിച്ചാ പിന്നെ എന്ത് തമാശ അടിച്ചാ? ഇതെന്തിനാ പഠിക്കണേ? സൈബ ഇങ്ങനെ ആരെങ്കിലും എന്റെ അമ്മ പോലെ അടിച്ചിട്ടില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട. സൈബ എന്റെ നമ്മളെ അമ്മ പോലെ അടിച്ചിട്ടില്ലല്ലോ. ഇത് ശരിയല്ല കേട്ടോ. അത് ഇത് ശരിയല്ല. നോക്ക്, ഇത് ശരിയല്ല. ഇത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല. നമ്മളിങ്ങനെ മനസ്സിലിപ്പോ സിംഗി അങ്ങോട്ട് പോയപ്പോ നമ്മൾ സിംഗിനെ കൊണ്ടുപോവാ വിചാരിച്ചപ്പോഴാണ്. അതെ, ഇങ്ങനെ കൊണ്ടുപോവാന്ന് നമ്മള് നിന്നപ്പോഴാണ്. ഏത് ഈ ചെറിയ കാര്യത്തിനോ? ഒരു അന്നൊന്നും ഇവിടെ നിർത്തിയിട്ട് പോയി വരുന്നല്ലോ. ഉണ്ണിപ്പില്ലാത്തതിനോണ്ട് വീട്ടിൽ ആരുമില്ല. ആയിക്കോട്ടെ, ഞാൻ വീട്ടിൽ ആരുമില്ലാത്തതിനെ കൊണ്ടാണ്. വീട്ടിലാരില്ലാത്തപ്പോ സ്വന്തം ഭാര്യനെ ഒറ്റക്കാക്കിട്ട് പോവാ. ചോദിക്കട്ടെ, ഇങ്ങനെ 2 പേരും പോകുമ്പോ ഞാന് ഇവിടെ ഒറ്റക്കല്ലേ, ഞാൻ ഇവിടെ ഒറ്റക്കല്ലേ, അതിന് പ്രശ്നമില്ല. വീട് ഇതാക്കാൻ ഈ വലിയ ആളല്ലേ ഈ എന്റെ വീട്ടിലൊക്കെ ഒറ്റക്ക് നിൽക്കില്ലേ? എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ വന്നിട്ട് ആകെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. മനസ്സിലാവുന്നില്ല എന്താ ഇത് രാവിലെ തന്നെ ഒരു ദിവസം ഇല്ലാത്ത ഒരുമാതിരി അവിടേക്ക് എന്നില്ല. ഇതിപ്പോ സാധാരണ നമ്മളൊന്ന് പുറത്തു പോകണതിനെ കൊണ്ടല്ല, അല്ലാതെ ഇപ്പൊ ഇത് പറഞ്ഞതിനെ കൊണ്ടല്ല. എന്നത് പുറത്തു പോകണ പറഞ്ഞപ്പോഴല്ല എനിക്ക് ഇപ്പൊ ഇത്ര ഇതായത് അല്ലേ? എല്ലോ വരണമെന്നുണ്ടാ? എന്തിന്? ഏതെങ്കിലും ഉത്സവത്തിൽ എഴുതി വെച്ചിക്കണം ഭർത്താക്കന്മാര് ഒറ്റയ്ക്കല്ലേ? അത് ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോ വരാനാ? ഒരു കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. ഇപ്പൊ വരുമൊന്നുമില്ല. ഇപ്പം വരും. അല്ല ബസ്സും ടാക്സിയും ഒക്കെ നിങ്ങൾ പിന്നെ ഞാൻ വീട്ടിൽ പോകും. പിന്നെ ബസ്സും ടാക്സിയും എന്തിനാ ഇത് ഇനി ഈ എടുത്തോ ബാക്കി പണി. എടുത്തോ. ഞാൻ എന്റെ ഉപ്പനെ വിളിക്കാം. ഞാൻ വിളിക്കാം. എനിക്കാവൂലേ എന്റെ കൂടെ ജീവിക്കാൻ? എന്റെ കൂടെ ജീവിക്കാൻ എനിക്കാവൂല. ഈ ചെറിയ കാര്യത്തിനോ? പിന്നെ എന്നെ ഒറ്റക്കാക്കി പോകുമ്പോ എനിക്ക് പേടി ഉണ്ടാവില്ലേ? എന്താ പ്രശ്നം? വരൂ മോളെ, സാരില്ല, കുഴപ്പമില്ല. ഈ പണി കുഴപ്പമില്ല. ഞാനിത് അവിടെ ഇവിടുന്ന് സൈബിനും കൊണ്ട് ഒരു ബിസ്ക്കറ്റ്
ഇത് എടി പൊട്ടത്തി കുത്തല്ല റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇട്ടാ മോനെ ഞാൻ മിണ്ടില്ല. ഈ എന്താ കയ്യിന്റെ എത്ര നേരം കുറച്ച് കഷ്ടപ്പെട്ടതാക്കിയിരിക്കാന്നറിയോ? ഈ എന്റെ മത നമ്മളത് ഇതാക്കുന്നത് അതെ ഇങ്ങനെ ഇളിഞ്ഞ മക അതെ കൊണ്ടുപോയി ഞാൻ വീഡിയോ ആക്കിയാ സത്യം വിടില്ല. നോക്ക് 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 വിട് ഇതൊക്കെ ഫണ്ടായിട്ട് എടുക്കും. പ്രാങ്ക് ചെയ്യണമെന്ന് എല്ലാവരും സോറി പ്രാങ്ക് അതെ എന്നെ കൂട്ടാതെ പോവോ? എവിടെ ബൈക്കോടെ ബൈക്ക് ഒന്നിന്റെ അടുത്തുണ്ട്. ആണോ? നോക്ക് നമ്മളെ ഈ ഇല്ലാതെ പോവോ? അത് ആലോചിച്ചാ പോരെ അല്ലേ? അല്ലേ? ഹാപ്പി എന്റെ പണി കഴിഞ്ഞിട്ട് പോട്ടോ. സോറി ടു വെറുപ്പിക്കൽ. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അതെ അതിനോട് സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാ. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നല്ലതാണോ ചീത്തതാണോ? എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾ നമ്മളെ അറിയിക്കുക അല്ലേ? അന്നു നമ്മൾ കണ്ടതിൽ പിന്നെ അടുത്ത എപ്പിസോഡിൽ കാണാതിരിക്കും. ബൈ ഒരു ബായ് കൊടുക്കണോ?